വെൽക്കം ബാക്ക് ടു ഫാഷൻ വീക്ക് ഡിസൈൻസ്. നമ്മുടെ ബ്ലാക്ക്ബെറി ക്രഷ് ഫാബ്രിക് വരുന്ന ഒരു ബ്യൂട്ടിഫുൾ ഡിസൈൻ ആണ് നമ്മൾ കാണാൻ പോവുക. എംബ്രോയിഡറി വർക്ക് ആണ്, യോക്കിലും വരുന്നുണ്ട്. അതുപോലെ നല്ലൊരു 7 ഇഞ്ച് തിക്നെസ്സിൽ വരുന്ന ഒരു സ്ലീവ് വർക്ക് അപ്പർ പോർഷനിലോട്ടും ചെറിയ ചെറിയ മോട്ടീവ്സ് വന്നു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ സ്ലീവ് വർക്കും കൂടെ വരുന്ന ഒരു ബ്യൂട്ടിഫുൾ സെറ്റാണ് നമ്മൾ കാണാൻ പോവുക. ബ്ലാക്ക്ബെറി ആയതുകൊണ്ട് ഈ ഒരു റെയിനി സീസണിൽ അധികം ഭയങ്കര തണുപ്പുള്ള ഫാബ്രിക് അല്ല, അത്യാവശ്യം യൂസ് ചെയ്യാൻ വളരെ കംഫർട്ടബിൾ ആണ്. വാഷ് ചെയ്താലും പെട്ടെന്ന് ഉണങ്ങിയൊക്കെ വരാൻ പറ്റുന്ന ടൈപ്പ് ഫാബ്രിക് ആണിത്. ഇതുണ്ടോ, ക്രഷ്ഡ് ഫോമിൽ വന്നിരിക്കുന്ന ബ്ലാക്ക്ബെറി സിൽക്കാണ്. ഇത്രയും കളർ ഷെയ്ഡ്സിലാണ് അവൈലബിൾ. ഫസ്റ്റ് യൂഷ്വലി ഞാൻ ഇട്ടേക്കുന്ന സെയിം കളർ തന്നെ. ഈ കളർ എന്ന് പറഞ്ഞ ഒരു ഗ്രീനും കുറച്ചൊരു യെല്ലോയും കൂടെ, ഒരു ലെമൺ യെല്ലോടെയും കൂടെ മിക്സ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരു ഷെയ്ഡാണ് വന്നിരിക്കുക. അതിൽ വന്നിട്ട് നമ്മുടെ ഒരു മാവോയും പീച്ചും കോമ്പിനേഷൻസിലാണ് ആ ഒരു ഫ്ലവർ എംബ്രോയിഡറി കൊടുത്തിരിക്കുന്നത്. യോക്കിൽ ഇതുപോലത്തെ ഒരു എംബ്രോയിഡറി വർക്ക്, ആ സെയിം കൈൻഡ് ഓഫ് ഫ്ലവർ എംബ്രോയിഡറി ഇതാണ് എൻ്റെ സ്ലീവ് വർക്ക് കൊടുത്തിരിക്കുന്നത്. ആ സെയിം വർക്ക് തന്നെയാണ് സ്ലീവിൽ കൊടുത്തിരിക്കുന്നത്. അതായത് ബേസ് ടോണിൽ തന്നെ ഇങ്ങനെ ഒരു ചെറിയ ബോർഡർ പോലെ കൊടുത്തിരിക്കുന്നു. അപ്പർ പോർഷനിൽ കുഞ്ഞു കുഞ്ഞു ബൂട്ടായിട്ട് ത്രെഡ് സീക്വൻസ് വർക്കുമാണ് സ്ലീവ്സിൽ കൊടുത്തിരിക്കുന്നത്. സ്ലീവ് ഫുള്ളും വർക്ക് കൊടുത്തിട്ടുണ്ട്. ദുപ്പട്ട വരുമ്പോഴും ഈ സെയിം ഫ്ലവർ എംബ്രോയിഡറി തന്നെ ദുപ്പട്ടയിൽ ബോർഡർ ആയിട്ട് ചെയ്തേക്കുന്നു. അത്യാവശ്യം നല്ല വർക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയ ചെറിയ എംബ്രോയിഡറി വർക്ക് സ്കാറ്റർ ചെയ്തും വരുന്നു. ഇത് അടുത്ത ഷെയ്ഡ് നമ്മുടെ ഓഫ് വൈറ്റ് ഷെയ്ഡിൽ കോമ്പിനേഷൻസ്. ഈ ഒരു മാവോ കറക്റ്റ് മാവോല്ലോ, കുറച്ചൊരു ബ്രൗൺ ബ്ലണ്ടാണ്. പീച്ചും കോമ്പിനേഷനാണ് എംബ്രോയിഡറിയിൽ. വിത്ത് ലീഫിൽ ഗ്രീനും കൊണ്ട് ആ ഒരു മാവോടെ ടോണും കൊടുത്തിട്ടുണ്ട്. ലീഫ് ഇടയ്ക്ക് മാത്രമേ ആ ഗ്രീൻ ഇങ്ങനെ ചെറിയതായിട്ട് ഹൈലൈറ്റ് ചെയ്യാൻ കൊടുത്തിട്ടുള്ളൂ. ഇങ്ങനെ വരും. ടോപ്പിലെ യോക്ക് പോർഷൻ വന്നിട്ട് നെക്ക് കട്ടിയുള്ള സ്പേസ് ഉണ്ട്. ആൻഡ് ഇതുപോലെ എംബ്രോയിഡറി ആയതുകൊണ്ട് നിങ്ങൾക്ക് റെക്ടാങ്കിൾ നെക്കോ എന്ത് പാറ്റേണിലുള്ള നെക്ക് വേണേലും കൊടുക്കാൻ പറ്റും. അഡീഷണൽ ഹാഫ് മീറ്റർ ഇതുണ്ടോ സ്ലീവ്സിന്റെ സൈഡിലോട്ട് കൊടുത്തിട്ടുണ്ട്. ഇതാണ് അതിന്റെ സ്ലീവ് വന്നിരിക്കുന്നത്. നല്ല ക്രഷ് ഇതുണ്ടോ, ഫാബ്രിക് നോക്കിയാലും മനസ്സിലാവും. ആ ഒരു ക്രഷ് ഫോമിൽ വന്നിട്ട് നല്ല എംബ്രോയിഡറി വർക്കാണ്. കണ്ടാൽ ഒരു പ്യുവർ ഫാബ്രിക്കിന്റെ ഒക്കെ ലുക്ക് പോലെ ഈ ഒരു ക്രഷ്ഡ് വന്നിരിക്കുന്നത്. എന്നിട്ട് ഫുൾ എംബ്രോയിഡറി വർക്ക്, ചെറിയ ചെറിയ മോട്ടീവ്സ് ഓൾ ഓവർ ചെയ്തിട്ടുണ്ട്. ഓവറോൾ ലുക്ക് ഇതിൽ ബോട്ടോൾ ലൈനിങ്ങും സാൻഡൂൺ ഫാബ്രിക്കിലാണ്. അതാണ് അടുത്ത ഷെയ്ഡ് വന്നിരിക്കുന്നത്. അതിൻ്റെ തന്നെ ഒരു ഗ്രേപ്പ്, ഓണിയനും ഗ്രേപ്പും കൂടെ ബ്ലെൻഡഡ് ആയിട്ട് നിൽക്കുന്ന ഒരു ഷെയ്ഡാണ്. ഗ്രേപ്പ് ജ്യൂസിന്റെ ഒക്കെ പോലെ നിൽക്കുന്ന ടൈപ്പ് ഒരു ഷെയ്ഡ് ലുക്ക്. അതായത് നമ്മുടെ ക്രഷ്ഡ് ഷിഫോൺ ഒക്കെ പോലെയാണ് ഇത് ഈ ഒരു ഫാബ്രിക് വന്നത്. കുറച്ച് ഈ ഒരു ആ ഒരു പാറ്റേൺ ഇച്ചിരി കൂടുതലാണ് ഈ ഒരു ഫാബ്രിക്കിൽ വന്നിട്ട്. എംബ്രോയിഡറി വർക്ക് സെയിം, ബോട്ടോ ലൈനിങ്ങും ഉണ്ട്. ഇതൊരു ലാവൻഡറും ലൈലാക്കും ബ്ലെൻഡഡ് ആയിട്ട് നിൽക്കുന്ന ഷെയ്ഡാണ്. കണ്ടാൽ കുറച്ചുകൂടെ ഒരു പ്യുവർ ഫാബ്രിക്കിന്റെ ലുക്കും ഫോമും ഈ ഒരു ക്രഷ്ഡ് ബ്ലാക്ക്ബെറിക്ക് വരുന്നുണ്ട്. അതായത് നോർമൽ ഉള്ള ക്രഷിനേക്കാളും കുറച്ചുകൂടെ കൂടുതലായിട്ടാണ് ഇത് ക്രഷ് ചെയ്തേക്കുന്നത്. കുറച്ച് പ്യുവർ ഫോം പോലെ തോന്നും. എംബ്രോയിഡറി വർക്ക് സെയിം. സോ ഇതാണ് എൻ്റെ ലാസ്റ്റ് കളർ വന്നിരിക്കുന്നത്. നമ്മുടെ ബ്ലാക്ക് ഷെയ്ഡ്, സെയിം എംബ്രോയിഡറി വർക്ക് യോക്കിലും ദുപ്പട്ടിലും സ്ലീവ്സിലും ഇതുപോലെ തന്നെ സെയിം എംബ്രോയിഡറി വർക്കാണ് കൊടുത്തേക്കുന്നത്. ടോപ്പിൽ വന്നിരിക്കുന്ന പോലെ തന്നെ ഫുൾ വർക്ക് വന്നിരിക്കുന്ന സെറ്റാണ്. ആൻഡ് ബോട്ടോ ലൈനിങ്ങും ഹെവി സാൻഡൂൺ ഫാബ്രിക്കിലാണ്. ഇത്രയും കളർ ഷെയ്ഡ്സിലാണ് ഇത് വന്നിരിക്കുന്നത്. റേറ്റ് വരുന്നത് 1290, 1290 വിത്ത് ഫ്രീ ഷിപ്പിംഗ്. ഇത് നിങ്ങൾക്ക് വെബ്സൈറ്റ് വഴിയോ വാട്സപ്പ് വഴിയോ ഓർഡർ പ്ലേസ് ചെയ്യാം. താങ്ക് യു.